Okay, in the last class we were discussed about filters, general introduction about filters. As we already discussed, the filters can be classified into four, generally classified into four. One is low pass filter, which will allow to flow only low frequencies, and then we can have high pass filter, it will allow to flow only high frequency, and band pass filter, which will allow to flow only particular band of frequency, which can be used as a tuner circuit. We can tune this or filter the frequencies, and also we can have band reject filters. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ലോ പാസ് ഫിൽറ്ററിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. ഈ ലോ പാസ് ഫിൽറ്ററിൽ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, നമുക്ക് രണ്ട് ടൈപ്പ് ഫിൽറ്റർ ഉണ്ട്. ലൈക്ക് നമ്മൾ ആംപ്ലിഫയർ സർക്യൂട്ടിൽ പറഞ്ഞ പോലെ തന്നെ ഇൻവേർട്ടിംഗ് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് ഫിൽറ്റർ സർക്യൂട്ടുകളുണ്ട്. ഇതിനകത്ത് ജസ്റ്റ് നമ്മൾ നോൺ ഇൻവേർട്ടിംഗ് ലോ പാസ് ഫിൽറ്ററിൽ നമ്മളൊരു ജസ്റ്റ് ഒരു ഫിൽറ്റർ, ഒരു RC ഫിൽറ്റർ വയ്ക്കും, ഒരു ആംപ്ലിഫയർ വയ്ക്കും. അത്രയാണ് നമ്മൾ നോൺ ഇൻവേർട്ടിംഗ് ഫിൽറ്ററിൽ പറഞ്ഞത്. സോ നോൺ ഇൻവേർട്ടിംഗ് ലോ പാസ് ഫിൽറ്ററിൽ LPF-ൽ നമുക്ക് നമ്മുടെ സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നമുക്കൊരു ഫിൽറ്റർ ഉണ്ട്. ഇനീഷ്യലി വി ക്യാൻ ഹാവ് എ RC ഫിൽറ്റർ, എ ലോ പാസ് ഫിൽറ്റർ or an integrator. It can be also known as integrator. Integrator low pass filter ആയിട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. So this is a low pass filter, and this low pass filter is given to a non inverting amplifier. Non inverting amplifier എന്ന് പറയുമ്പോൾ നമ്മൾ പോസിറ്റീവ് ടെർമിനലിലേക്കാണ് കൊടുക്കുന്നത്. ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ പോസിറ്റീവ് ടെർമിനലിലേക്ക് കൊടുക്കും, നെഗറ്റീവ് ടെർമിനലിൽ ഫീഡ്ബാക്ക് കൊടുക്കും. So we can have a feedback resistor and an input resistor. So we can have a circuit like this. This is the feedback resistor RF, and this is R1, this is grounded, and this is Vout. So this is nothing but this is amplifier, and this is filter, and this circuit is nothing but a filter. Okay, so എങ്ങനെയാണിത് ലോ പാസ് ഫിൽറ്റർ ആവുന്ന ലോ ഫ്രീക്വൻസിന് മാത്രം കടത്തിവിടുക, ഹൈ ഫ്രീക്വൻസിന് കടത്തിവിടില്ലാത്തത്? നമുക്കറിയാം, ഇതിനകത്ത് ഇൻപുട്ടിൽ കൊടുക്കുന്ന, ഈ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജാണ്. ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് എടുക്കുന്നതാണ് ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ ഈ സർക്യൂട്ടിൻ്റെ ഓവറോൾ ഗെയിൻ എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ദ ഗെയിൻ ഓഫ് ദിസ് സർക്യൂട്ട്. We can consider this circuit as circuit 1, first circuit, and this as circuit 2. So this is circuit 2. So the entire gain of the circuit, because these two are series, so we can generally ഒരു ബ്ലോക്ക് ഡയഗ്രാം വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ this is first സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് എടുത്തിട്ടാണ് സെക്കൻഡ് സർക്യൂട്ടിൽ കൊടുക്കുന്നത്. ഓക്കെ, this is the circuit 1. Circuit 1 is a filter circuit, and consider the circuit having a gain. Consider the gain A1 and consider the circuit A2, where A2 എന്ന് പറയുന്നത് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്, A1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിൽറ്റർ സർക്യൂട്ട് ആണ്. ദിസ് ഈസ് ദ ഫിൽറ്റർ സർക്യൂട്ട്, ദിസ് ഈസ് സിംപ്ലി ദ ആംപ്ലിഫയർ സർക്യൂട്ട്, ആൻഡ് ദിസ് ഈസ് ദ ഗെയിൻ. സോ ക്യാൻ ഹാവ് Vin ആണ് ഇൻപുട്ട്, ഫിൽറ്ററിന്റെ ഇൻപുട്ടിൽ കൊടുക്കുന്ന ആക്ച്വൽ ഇൻപുട്ട് എങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് A1 Vin ആയിരിക്കും. കാരണം ഗെയിൻ ഇൻറ്റു Vin ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ആംപ്ലിഫയർ 2ന്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ A1 Vin ആണ്. സോ ദ ഔട്ട്പുട്ട് വിൽ ബി Vout വിൽ ബി നത്തിങ് ബട്ട് A1 A2 ഇൻറ്റു Vin ആയിരിക്കും. ഓക്കെ, സോ ദ എൻ്റയർ ഓവറോൾ ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറോൾ ഗെയിൻ ഓഫ് ദ സർക്യൂട്ട് ഈസ് നത്തിങ് ബട്ട് A1 മൾട്ടിപ്ലൈഡ് ബൈ A2 ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പം ഈ RC ഫിൽറ്റർ സർക്യൂട്ടിന്റെ ഗെയിൻ നമ്മൾ നോക്കിയായിരുന്നു. വാട്ട് ഇസ് ദ ഗെയിൻ ഓഫ് ദി A1? A1 is nothing but we got the gain as V0 by Vin as 1 by root of 1 plus omega by omega c the whole square. ഇങ്ങനെയാണ് നമുക്ക് ഗെയിൻ കിട്ടിയത്. ഇത് നമ്മൾ എങ്ങനെയാണ് കിട്ടിയതെന്നൊക്കെ നമ്മൾ നോക്കി. കാരണം വേറെ
നമുക്കറിയാം ഇതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ ഫിൽട്ടർ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. കപ്പാസിറ്റർ അക്രോസ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ എൻറ്റയർ കറന്റ്, കൺസിഡർ ദിസ് ഈസ് ദ എൻറ്റയർ കറന്റ് I into XC ആണ്, where XC is the reactance offered by the capacitor, which is related to the frequency. XC is equal to XC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 1/ωc ആണ്. സോ ഇറ്റ് ഈസ് ഓൾസോ ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഫ്രീക്വൻസി. അപ്പം XC എന്ന് പറയുന്നത് ഒമേഗ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ XC കുറയും. അപ്പൊ ഹയർ ഫ്രീക്വൻസിയിൽ XC കുറവായിരിക്കും. വേറെ ഇതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്ററിന് ക്രോസ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? I into XC ആണ്. വേറെ XC ഒമേഗ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ XC വിൽ റെഡ്യൂസ്. സോ XC റെഡ്യൂസ് കഴിഞ്ഞാൽ I into XC കുറയും അല്ലെ. I into XC എന്ന് പറഞ്ഞ ഫാക്ടർ കുറയും. I into XC എന്ന് പറഞ്ഞ ഫാക്ടർ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വോൾട്ടേജ് കുറയും. സോ ഹയർ ഫ്രീക്വൻസിയിൽ ഈ ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് കുറവായിരിക്കും, ലോവർ ഫ്രീക്വൻസിയിൽ ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് കൂടുതലായിരിക്കും. കാരണം ഒമേഗ കുറവാണ്. സോ XC വിൽ ഇൻക്രീസ്. XC ഇൻക്രീസ് ചെയ്ത് I into XC ഇൻക്രീസ് ചെയ്യും. സോ ദ ഫിൽറ്റർ സർക്യൂട്ടിന്റെ ഗെയിൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇതിന്റെ ഒമേഗേനെയാണ്. ഒമേഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപുട്ട് ആംഗുലർ ഫ്രീക്വൻസി ആണ്. വേറെ ഒമേഗ ഈസ് ഈക്വൽ ടു 1/2πf. ഓക്കെ. സോ വേർ ഒമേഗ സി ഈസ് ദി കട്ട് ഓഫ് ഫ്രീക്വൻസി. അപ്പം ഞാൻ എല്ലാ ഫിൽറ്റർ സർക്യൂട്ടിനും ഒരു റെസ്പോൺസ് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം കൂടിയായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നത്. ഇപ്പോൾ ഒരു ലോ പാസ് ഫിൽറ്റർ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഐഡിയൽ റെസ്പോൺസ് വയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് കിട്ടുക, വേർ ദിസ് ഈസ് ദ കട്ട് ഓഫ് ഫ്രീക്വൻസി. ബട്ട് ഇൻ പ്രാക്ടിക്കൽ സർക്യൂട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊരു റെസ്പോൺസ് ആയിരിക്കും കിട്ടുക. ഓക്കെ. സോ ദിസ് ഈസ് ഗെയിൻ വേഴ്സസ് ഫ്രീക്വൻസി കർവ്. ഓക്കെ. സോ ഇങ്ങനെയാണ് റെസ്പോൺസ് കിട്ടുന്നത്. വേറെ ഒമേഗ എന്ന് പറഞ്ഞാൽ ഒമേഗ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഫ്രീക്വൻസിയാണ്. അപ്പം ഇതിന്റെ ഫസ്റ്റ് സർക്യൂട്ടിന്റെ ഫിൽറ്റർ സർക്യൂട്ടിന്റെ ഗെയിൻ വിൽ ബി ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഒമേഗ. അപ്പം ഒമേഗ കൂടി കഴിഞ്ഞാൽ വേറെ ഒമേഗ സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. കാരണം ഒമേഗ സി ഈസ് നത്തിങ് ബട്ട് 1/RC. അതിന്റെ റെസിസ്റ്ററിനെയും കപ്പാസിറ്ററിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ റെസിസ്റ്ററിന്റെയും കപ്പാസിറ്ററിന്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒമേഗ സി എന്ന് പറയുന്നത്. സോ അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. വേറെ നമ്മൾ വേരി ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് ഒമേഗയാണ്. ഒമേഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപുട്ട് ഫ്രീക്വൻസിയാണ്. അപ്പൊ ഇൻപുട്ട് ഫ്രീക്വൻസി ഈ ഇക്വേഷനിൽ നിന്ന് നമുക്കറിയാം ഇൻപുട്ട് ഫ്രീക്വൻസി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. പക്ഷെ ഇൻപുട്ട് ഫ്രീക്വൻസി ഇത് ഡിനോമിനേറ്ററിലാണ് ഒമേഗ വരുന്നത്. അപ്പൊ ഡിനോമിനേറ്ററിൽ ഒമേഗ വരുന്ന കാരണം ഇൻപുട്ട് ഫ്രീക്വൻസി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗെയിൻ എന്ന് പറയുന്നത് കുറയും. Okay, so from this equation we know that this is the equation. So ഇതാണ് നമ്മൾ പ്രാക്ടിക്കലി കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ഇതിന്റെ ഓർഡർ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പൊ എൻറ്റയർ ഗെയിൻ ഓഫ് ദ സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എൻറ്റയർ ഗെയിൻ ഓഫ് ദ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഗെയിൻ ഓഫ് ദിസ് ഫസ്റ്റ് സർക്യൂട്ട് this is nothing but this is A1 എന്ന് പറയുന്നതാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. വാട്ട് ഈസ് A2? ഗെയിൻ ഓഫ് ദ സെക്കൻഡ് സർക്യൂട്ട് എന്താണ്? ഗെയിൻ ഓഫ് ദ സെക്കൻഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. അതിന്റെ ഗെയിൻ എന്ന് പറഞ്ഞാൽ 1+RF/R1 ആണ്. സോ A2 ഈസ് നത്തിങ് ബട്ട് A2 can be represented as 1+RF/R1 because this is A2 സർക്യൂട്ട് എന്ന് പറയുന്ന ഒരു നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. Okay, so the entire circuit in the gain is nothing but, so the overall gain of the circuit is nothing but A2 divided by root of 1 plus omega c the whole square. This is the overall gain of the circuit, A2 into A1. Okay, hope this is clear. Where A2 എന്ന് പറയുന്നത് 1+RF/R1 ആണ്, ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1. A1 എന്ന് പറയുന്നത് 1/√1 plus omega/omega c the whole square ആണ്. Okay, so this is the overall gain of the circuit. So നിങ്ങൾ ഈ ഇക്വേഷൻ പലപ്പോഴും ആളുകൾ എഴുതുമ്പം നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പം എന്താ പ്രശ്നം പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറിപ്പോകും. ലോ പാസ് ഫിൽറ്ററും ഹൈ പാസ് ഫിൽറ്ററിന്റെയും ഈ ഗെയിൻ
ഗെയിൻ എന്ന് പറയുന്നത് ഇതിന്റെ ഇക്വേഷൻ മാറ്റിയാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ കാണുമ്പോൾ തന്നെ വിചാരിക്കുക ഈ ഒമേഗ എന്ന് പറയുന്ന ഇൻപുട്ട് ഫ്രീക്വൻസി, ഒമേഗ സി എന്ന് പറഞ്ഞ കട്ട് ഓഫ് ഫ്രീക്വൻസിയാണ്. കട്ട് ഓഫ് ഫ്രീക്വൻസി വിൽ നോട്ട് ചേഞ്ച് ഫോർ എ സർക്യൂട്ട് ബിക്കോസ് ആർ ആൻഡ് സി വാല്യൂ ഈസ് കോൺസ്റ്റന്റ്. സോ ദിസ് വാല്യൂ വിൽ നോട്ട് ചേഞ്ച്. where omega will be the input frequency, that will be changed. അപ്പോൾ ഒമേഗ കൂടി കഴിയുമ്പോൾ ഈ സർക്യൂട്ടിന്റെ എൻഡർ ഗെയിൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അപ്പം ഇൻപുട്ട് ഫ്രീക്വൻസി കൂടുമ്പോൾ ഗെയിൻ കുറയുന്ന സർക്യൂട്ട് എന്ന് പറയുന്നത് ലോ പാസ് ഫിൽറ്റർ ആണെന്ന് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പായിട്ടും വരണം. ഓക്കെ, സോ ഞാൻ ഫസ്റ്റ് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പം ഇതെന്ന് പറഞ്ഞാൽ ഐഡിയൽ റെസ്പോൺസ് ആണ്. പ്രാക്ടിക്കൽ റെസ്പോൺസ്, ദിസ് ഈസ് ദ പ്രാക്ടിക്കൽ റെസ്പോൺസ്. ഓക്കെ, ദിസ് ഈസ് ഓർഡർ 1. Okay, so we can say this is order 1. Order 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആർ സി നെറ്റ്വർക്ക് ഉള്ള ഫിൽറ്ററിനാണ് നമ്മൾ ഓർഡർ ഓഫ് ദ ഫിൽറ്റർ എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിനകത്ത് ഒരു ആർ സി ഫിൽറ്ററേ ഉള്ളൂ, അതിനെയാണ് നമ്മൾ ഓർഡർ 1 എന്ന് പറയുന്നത്. ഇനി ഓർഡർ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ആർ സി ഉള്ളതാണ്. 2 ആർ സി എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ ഓർഡർ 2 ആണെങ്കിൽ മൈ റെസ്പോൺസ് വിൽ ബി ലൈക്ക് ദിസ്. This is my order 2. Order 2 response. ഇനി order 3 ആണെങ്കിൽ this will be order 3. അപ്പം നമ്മുടെ ഓർഡർ കൂട്ടും തോറും, ആർ സി നെറ്റ്വർക്കിന്റെ എണ്ണം കൂട്ടും തോറും എന്താണ് നമുക്ക് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ഇത് ഐഡിയൽ റെസ്പോൺസിനോട് കൂടുതൽ അടുത്ത് വരും. സോ ദിസ് ഈസ് ദ ഐഡിയൽ റെസ്പോൺസ്. ഓക്കെ, ഐഡിയൽ റെസ്പോൺസിനോട് അടുത്തടുത്ത് വരും. ഓക്കെ, ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. അപ്പോൾ എന്താണ് ഓർഡർ കൂട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഓർഡർ കൂട്ടുക എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് നമ്മൾ ആർ സി നെറ്റ്വർക്കിന്റെ എണ്ണം കൂട്ടുക എന്നുള്ളത്. ഇപ്പം ഫസ്റ്റ് ഒരു ആർ സി നെറ്റ്വർക്ക് ആണെന്ന് വിചാരിക്കും. കൺസിഡർ ദിസ് ഇസ് ഫസ്റ്റ് ആർ സി നെറ്റ്വർക്ക് ആൻഡ് ദിസ് ഇസ് ബീൻ. ഇതാണ് നമ്മൾ ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിലേക്ക് കൊടുത്തോണ്ടിരുന്നത്. ഇനി നമ്മൾ സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ this is R1, consider this is R1 C1 and this is R2 C2 and it goes like this. ഇങ്ങനത്തെ ഒരു ഇതാണ് നമ്മളൊരു നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുക എന്ന് വിചാരിക്കുക. സോ ദിസ് ഈസ് എ നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ. ദിസ് ഈസ് RF R1. ഓക്കെ, ഇതാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പം ഇതിപ്പോൾ രണ്ട് ആർ സി നെറ്റ്വർക്ക് ഉള്ളുവെങ്കിൽ നമുക്കത് ഓർഡർ 2 എന്ന് പറയാം. ഇനി 3 ആർ സി നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ഓർഡർ 3 എന്ന് പറയാം. ഇറ്റ് ഗോസ് ലൈക്ക് ദാറ്റ്. അപ്പം നമ്പർ ഓഫ് ആർ സി നെറ്റ്വർക്കിന്റെ ഈ കാസ്കേഡ് ചെയ്തിരിക്കുന്നതിന്റെ എണ്ണം വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പം ഓർഡർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫ് വി ഇൻക്രീസ് ദ ഓർഡർ ഓഫ് ദ ഫിൽറ്റർ വി ക്യാൻ വെരി ക്ലോസ് ടു ദി ideal response, then close to ideal response. ഓക്കെ, അപ്പോൾ ഓർഡറിന്റെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് കൂട്ടാൻ പറ്റും. ഇപ്പോൾ 2 ആർ സി ആണെങ്കിൽ നമ്മുടെ അതിൻ്റെ നെറ്റ്വർക്കിന്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസിഡർ കട്ട് ഓഫ് ഫ്രീക്വൻസി FH. ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസിനെയാണ് ഞാൻ എഫ് സിക്ക് പകരം ഞാൻ FH എന്ന് ഇട്ടത്. ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഇട്ടുന്നേ ഉള്ളൂ. 1/2π റൂട്ട് ഓഫ് R1 R2 C1 C2 എന്ന് എഴുതാൻ പറ്റും. ഇഫ് R1 ഈസ് ഈക്വൽ ടു R2 ആൻഡ് C1 ഈസ് ഈക്വൽ ടു C2, ഇവിടെ നമ്മൾ R1 ഈസ് ഈക്വൽ ടു R2 C1 ഈസ് ഈക്വൽ ടു C2 R1 ഈസ് ഈക്വൽ ടു R2 ഈസ് ഈക്വൽ ടു R എന്ന് എഴുതി കഴിഞ്ഞാൽ C1 ഈസ് ഈക്വൽ ടു C2 ഈസ് ഈക്വൽ ടു C എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ you will get the same equation 1/2π root of R square C square. നമുക്ക് R square അതിൻ്റെ റൂട്ട് കളഞ്ഞ് കഴിഞ്ഞാൽ 1/2π RC എന്ന് തന്നെ നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പം 3 എണ്ണം ഉണ്ടെങ്കിൽ R³ C³ എന്ന് കിട്ടും. 3 റെസിസ്റ്റർ ഉണ്ടെങ്കിൽ സോ ക്യൂബ് റൂട്ട് ഓഫ് R1 R2 C1 C2 എന്നാണ് C1 C2 C3 എന്നാണ് ഇക്വേഷൻ വരിക. സോ നമുക്ക് അതെല്ലാം ഈ റെസിസ്റ്ററിന്റെയും കപ്പാസിറ്ററിന്റെയും വാല്യൂ എല്ലാം സെയിം ആണെങ്കിൽ R1 is equal to R2 is equal to R3 is equal to RN ആണെന്ന് വിചാരിക്കുക. C1 is equal to C2 is equal to C3 equal to etc equal to CN ആണെന്ന്
Cn equal to C ആണെന്ന് വിചാരിക്കുക. So you will get the same equation 1 by 2 pi RC എന്ന് തന്നെ കിട്ടും. So the cut off frequency will be like this. അപ്പം FH ആയതുകൊണ്ടാണ് ഞാൻ 1 by 2 pi RC എന്ന് എടുത്തത്. ഇനി നമ്മളിപ്പം ആംഗുലർ ഫ്രീക്വൻസി എടുക്കുകയാണെങ്കിലോ ജസ്റ്റ് RC എന്ന് എടുത്തേനെ. ഒമേഗ H is equal to 1 by RC. അപ്പം നമുക്കറിയാം ഒമേഗയും FH തമ്മിലുള്ള റിലേഷൻ അറിയാം. ഒമേഗ is equal to 2 pi F ആണ്. Okay. So it will be like this. Okay. So hope this is clear. This is the low pass filter and this is the order of the low pass filter. ഞാൻ ഇത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഇതെന്ന് പറയുന്നത് ഇൻവെർട്ടിംഗ് ലോ പാസ് ഫിൽറ്റർ ആണ്. അല്ല സോറി, നോൺ ഇൻവെർട്ടിംഗ് ലോ പാസ് ഫിൽറ്റർ ആണ്. ഇനി നമുക്ക് ഇൻവെർട്ടിംഗ് ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുന്ന ഇതുണ്ട്. അതായത് ഇൻവെർട്ടിംഗ് ടെർമിനലാണ് എൻ്റെ ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ റെസ്പോൺസ് എന്നാണ് നോക്കുന്നത്. അതായത് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലല്ല കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ സർക്യൂട്ട് എന്നോടെയാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഇൻവെർട്ടിംഗ് ലോ പാസ് ഫിൽറ്റർ. നിങ്ങൾക്ക് ഈ ഞാനിത് ഇതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പോയത്. ഇതിനകത്ത് ഡൗട്ടൊന്നും ഇല്ലയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കും കേട്ടോ. ഈ ഐഡിയ ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ ഐഡിയ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇത്രയും തിയറി, സത്യത്തിൽ ഇത് തിയറി പാർട്ടാണെങ്കിലും ഞാനത് കൂടുതൽ എംഫസൈസ് ചെയ്ത് പറയുന്നത്. സോ നമുക്കറിയാം ഇൻവെർട്ടിംഗ് ആയിട്ടുള്ള ഇതിനകത്ത് ഇൻവെർട്ടിംഗ് ടെർമിനലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ പൊതുവെ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയായിരിക്കും. സോ ദ സർക്യൂട്ട് വിൽ ബി ലുക്ക് ലൈക്ക് ദിസ്. സോ ദിസ് ഈസ് ആർ. സാധാരണ ഒരു ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഫീഡ്ബാക്ക് റെസിസ്റ്റർ ആണ് ഉണ്ടാവുക. സോ ദിസ് ഈസ് വി ആർ ആൻഡ് ദിസ് ഈസ് വി ഔട്ട്. ദിസ് ഈസ് ആൻ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആൻഡ് let this is R, and if I am applying a capacitor also across the feedback resistor, so consider this value is C. Okay, what will happen? So what will be the gain of the circuit? Gain of the circuit is nothing but V out by V in is nothing but the feedback resistance divided by this input resistance ആണ് അല്ലേ. നെഗറ്റീവ് സൈൻ അവിടെ കിടക്കട്ടെ. നെഗറ്റീവ് എന്ന് പറയുന്നത് ഇൻവെർട്ടിങ്ങിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. നെഗറ്റീവ് ഞാൻ ഇതിന്റെ മോഡുലസ് ഓഫ് ഗെയിൻ്റെ വാല്യൂ മാത്രം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ എൻ്റെ ഫീഡ്ബാക്ക് സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ദിസ് റെസിസ്റ്റൻസ് ആണ്. സോ ദിസ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് ഈ സർക്യൂട്ടിന്റെ ഈ എഫക്റ്റീവ് സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഗെയിൻ വിൽ ബി ഇൻക്രീസസ്. അതർവൈസ് ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെയിൻ വിൽ ബി റെഡ്യൂസസ്. ഓക്കെ, സോ വി നോ ദാറ്റ് ദ ഫീഡ്ബാക്ക് സർക്യൂട്ട് എഫക്റ്റീവ് റെസിസ്റ്റൻസ് divided by input resistance. ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ് ഇതിന്റെ ഗെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. വാട്ട് ഈസ് ദ റിയാക്ടൻസ് ഓഫ് ദിസ് കപ്പാസിറ്റർ? സോ XC. വാട്ട് ഈസ് ദ XC വാല്യൂ? XCയുടെ വാല്യൂ എത്രയാണ്? 1 by omega C ആണ് അല്ലേ. 1 by omega C ആണ്. So input frequency കൂടി കഴിഞ്ഞാൽ XC will be reduces. So we know that from this equation. So ഇവിടെ എഴുതാം 1 XC is equal to 1 by omega C, where omega is the angular frequency. So omega increases, XC will be reduces. Okay, what will be the effective resistance of this circuit? Effective resistance എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ R parallel XC ആണ് അല്ലേ. ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു റെസിസ്റ്റർ ആണ് ഇട്ടേക്കുന്നത്, ഒരു R2 റെസിസ്റ്റർ ആണ് ഇട്ടേക്കുന്നത്. R പാരലൽ R2 ആണ് ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു XC ആണെങ്കിലും നമുക്ക് എഴുതാൻ പറ്റും R പാരലൽ. സോ ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ഫീഡ്ബാക്ക് സർക്യൂട്ട്, സോ ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് feedback circuit is nothing but എന്താണ്? XC
പാരലൽ R ആണ്. ഓക്കെ, XC പാരലൽ R ആണ്. അപ്പൊ XC പാരലൽ R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും, ഒരു രണ്ട് റെസിസ്റ്റർ പാരലായിട്ടാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഇത് R എന്ന് പറയുന്നത് ഒരു 1000 ഓം ആണെന്ന് വിചാരിക്കുക. XC എന്ന് പറയുന്നത് ഒരു 10 ഓം ആണെന്ന് വിചാരിക്കുക. XC എന്ന് പറയുന്നത് ഒരു 10 ഓം ആണെന്ന് വിചാരിക്കുക. ഓക്കെ, വാട്ട് വിൽ ബി ദ എഫക്റ്റീവ് റിയാക്ടൻസ്? എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് വിൽ ബി ദ റെസിസ്റ്റൻസ് ഓഫ് ദി സ്മോളസ്റ്റ് റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട്. അതായിരിക്കും അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. കാരണം എന്താ, ഇപ്പം ഞാനിപ്പോ പറയുകയാണെങ്കിൽ ഇപ്പം ലെറ്റ് R ഈസ് ഈക്വലന്റ് ടു 1 കിലോ ഓം അല്ലെങ്കിൽ 1000 ഓം ആണെന്ന് വിചാരിക്കുക. ആൻഡ് XCയുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 ഓം ആണെന്ന് വിചാരിക്കുക. ആൻഡ് XC എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഡിപ്പെൻഡിങ് അപ്പോൺ, ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കുറെ നമ്പേഴ്സ് ഇട്ട് കൊടുത്തുന്നേ ഉള്ളൂ. അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 10 ഓം ആണ്. അപ്പൊ ഇങ്ങനെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 10 ഓം ആണെങ്കിൽ ഇതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. കാരണം എന്താ, ഇവിടെ റെസിസ്റ്റൻസ് വളരെ കുറവാണ്. റെസിസ്റ്റൻസ് കുറവാണെങ്കിൽ അതിന്റെ ഒമേഗ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. കാരണം കപ്പാസിറ്ററിന്റെ റിയാക്ടൻസ് കൂടുന്നത് അതിന്റെ ഫ്രീക്വൻസി കുറയുമ്പോഴാണ്, റിയാക്ടൻസ് കുറയുന്നത് ഫ്രീക്വൻസി കൂടുമ്പോഴാണ്. സോ in this condition we can be say that this omega value will be very small. Omega is very small ആയിരിക്കും. Omega value very small ആയിരിക്കും. Okay, we can be say like this, omega value is very small at this time. കാരണം എന്താ, XC വളരെ ചെറിയൊരു വാല്യൂ ആണ്. സോ സോറി, omega is very higher value. So what will be the effective resistance? So I can say that the R effective is nothing but R parallel XC. So what will be this? XC into R divided by XC plus R. ഇങ്ങനെയാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ്. പാരലൽ സർക്യൂട്ടിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണുന്നത് XC multiplied by R. That means ഇപ്പൊ രണ്ട് റെസിസ്റ്റൻസ് മാത്രമാണ് കൊടുക്കുന്നെങ്കിൽ R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്ന് പറയും. കാരണം എന്താണ്, 1 ബൈ R ടോട്ടൽ ഈസ് ഈക്വൽ ടു 1 ബൈ R1 പ്ലസ് 1 ബൈ R2 എന്നാണ് എഴുതുന്നത്. സോ ഫ്രം ദാറ്റ് ഇക്വേഷൻ യു വിൽ ഗെറ്റ് ലൈക്ക് ദിസ്. അപ്പൊ എന്ത് കിട്ടും? അപ്പൊ എന്താണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 1000 into 10 divided by 1000 plus 10, that is nothing but 1010. So you will get 10,000 by 1010. 1010 can be approximated as 1000. So what will be this value? This value is approximately 10. So the R effective will be the smallest resistance value. XC യുടെ വാല്യൂ തന്നെയായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഈ നമ്പർ ഇട്ടത്. അപ്പൊ ഈ ഒരു പാരലൽ സർക്യൂട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും സ്മോളസ്റ്റ് റെസിസ്റ്റൻസ് വാല്യൂ ആയിരിക്കും അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് തമ്മിൽ വളരെ വലിയ അന്തരം ഉണ്ടെങ്കിൽ, വളരെ വലിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ, ഇപ്പൊ ഓൾമോസ്റ്റ് സെയിം ആണെന്ന് വിചാരിക്കുക. ഇപ്പൊ 200 ഓമിന് അടുത്താണെന്ന് വിചാരിക്കുക. സോ ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വിൽ ബി 50 ഓം ആയിരിക്കും. അതിന്റെ പകുതിയായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അത് ആ ഒരു ആസ്പെക്ട് നിങ്ങളിപ്പോ നോക്കണ്ട. ഇപ്പൊ രണ്ടും ഇപ്പൊ ഇത് ആറിന്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1000 ആണ്. XCയുടെ ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 10 ആണെങ്കിൽ നമുക്ക് ഈക്വലന്റ് ആയിട്ട് കിട്ടുന്ന 10 ഓം ആയിരിക്കും. ഓക്കെ, ലെറ്റ് ദിസ് വാല്യൂ. അപ്പം അതെന്ന് പറയുന്നത് ആ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇത്രയും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിന്റെ ഗെയിൻ എന്ന് പറയുന്നത്. ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ ഗെയിൻ കൂടുതലായിരിക്കും, അല്ലെ? സോ ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസസ്. സോ if R effective increases, the gain of the circuit increases. Okay, so the XC value increases. If the XC value increases, what will be the gain? The gain is also increases.
Why? The R effect will be increases. So if the gain increases, so exceed the value, ഇവിടെ നമ്മൾ നോക്കാം, സോറി, exceed the value, സോറി ഞാൻ പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. exceed the value ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ R എഫക്റ്റിൻ്റെ വാല്യൂ കുറയുകയാണ് സെറ്റ് ചെയ്യുന്നത്. സോ ഗെയിൻ വിൽ ബി റെഡ്യൂസസ്. കാരണം എന്താ, ഇവിടെ നമ്മൾ സർക്യൂട്ട് നോക്കുമ്പോൾ അറിയാം, ഇഫ് ദി ഇൻപുട്ട് ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ എക്സി കുറയും. എക്സി കുറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ ആർ എഫക്റ്റിൻ്റെ വാല്യൂ കുറയും. ആർ എഫക്റ്റിൻ്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ ഗെയിൻ കുറയും. ഓക്കെ, അപ്പം ഇൻപുട്ട് ഫ്രീക്വൻസി കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗെയിൻ കുറയും. ഇനി ഇൻപുട്ട് ഫ്രീക്വൻസി കുറച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലോ, so the Xc value will be increases, so the entire gain will be increases. So what will be the cutoff frequency here? The cutoff frequency omega c is nothing but omega c is nothing but 1 by RC. Or we can say that Fc is equal to 1 by 2 pi RC. കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്ന എഫ് സി ആണ്, കട്ട് ഓഫ് ആംഗുലർ ഫ്രീക്വൻസി ആണ് ഒമേഗ സി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. സോ ദിസ് ആർ ആൻഡ് സി വാല്യൂ എന്ന് പറയുന്നുണ്ട്. സോ ദിസ് ആർ ആൻഡ് സി വാല്യൂ ഇസ് നത്തിങ് ബട്ട് this R and C value. This is not depending upon, consider, can be said that this is R1. So this R and C value is depending upon the cutoff frequency. അപ്പോൾ ഒരു ലോ പാസ് ഫിൽറ്ററിൻ്റെ, നമുക്കറിയാം ഒരു ലോ പാസ് ഫിൽറ്ററിൻ്റെ ഫിൽറ്റർ റെസ്പോൺസ് അറിയാം. സോ ഫിൽറ്റർ റെസ്പോൺസ് എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയായിരിക്കും. സോ this will be the frequency gain, and this will be the gain. Okay, hope this is clear. നിങ്ങൾക്ക് അപ്പോൾ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ വെച്ചിട്ടുള്ള ലോ പാസ് ഫിൽറ്ററും നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ വെച്ചിട്ടുള്ള ലോ പാസ് ഫിൽറ്ററും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പം നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൽ വെച്ചിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഫിൽറ്റർ സർക്യൂട്ട്, ഒരു ആംപ്ലിഫയർ സർക്യൂട്ടായിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഇനി ഇൻവേർട്ടിങ്ങിലാണെങ്കിൽ നമ്മൾ ആ ഫീഡ്ബാക്കിൽ ഒരു കപ്പാസിറ്ററോടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ കൊടുക്കുമ്പം അതിൻ്റെ എഫക്റ്റീവ്, ഇതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് effective resistance of the feedback circuit divided by the input resistance ആയ കാരണം എന്താണ് സംഭവിക്കുക, എക്സിയുടെ വാല്യൂ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഇൻപുട്ട് ഫ്രീക്വൻസി ആയ കാരണം എഫക്റ്റീവ് feedback resistance will be also depending upon the input frequency. Okay, നിങ്ങൾക്ക് ക്ലിയർ ആയോ ഈ ഐഡിയ? ഇൻവെർട്ടിംഗ് ലോ പാസ് ഫിൽറ്ററിന്റെ ഐഡിയ ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, സോ ഈ ഐഡിയ ക്ലിയർ ആണെങ്കിൽ ഇതുപോലെ തന്നെയാണ് നമുക്ക് ഹൈ പാസ് ഫിൽറ്റർ ആയിട്ടും വരുന്നത്. ഹൈ പാസ് ഫിൽറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഫ്രീക്വൻസിനെ മാത്രം കടത്തി വിടാനുള്ള ഒരു സർക്യൂട്ടാണ് ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. സോ ഐ ജസ്റ്റ് എക്സ്പ്ലെയിൻ. ഹൈ പാസിൽ ഇതുപോലെ തന്നെ നോൺ ഇൻവേർട്ടിംഗ് ഹൈ പാസ് ഫിൽറ്ററും ഉണ്ട്, ഇൻവേർട്ടിംഗ് ഹൈ പാസ് ഫിൽറ്ററും ഉണ്ട്. സോ വി ക്യാൻ സേ ലൈക്ക് ദാറ്റ്. സോ നോൺ ഇൻവേർട്ടിംഗ് ഹൈ പാസ് ഫിൽറ്റർ ആണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു ഹൈ പാസ് ഫിൽറ്റർ സർക്യൂട്ട് ഉണ്ടാവും. വട്ട് ഈസ് ഹൈ പാസ് ഫിൽറ്റർ സർക്യൂട്ട്? ഈസ് നത്തിങ് ബട്ട് ഒരു RC നെറ്റ്വർക്ക് ഇവിടെ നമുക്ക് കിട്ടുക RC being, and this is given to a non-inverting amplifier. So this is a non-inverting amplifier. So RF, R1, ground. So let this is A2, gain of this non-inverting amplifier, and the gain of the circuit is A1. So A1 multiplied by A2 ആയിരിക്കും entire gain of the circuit എന്ന് പറയുന്നത്.
ഓക്കെ, ഇവിടെ ഒരു ആർ സി നെറ്റ്വർക്ക് ഇതൊരു ഡിഫറൻഷ്യേറ്റർ സർക്യൂട്ട് പോലെയാണ് ആക്ട് ചെയ്യുക. എന്തായിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്? ഇതിന്റെ ഔട്ട്പുട്ടാണ് ഈ ഫിൽട്ടർ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ടാണ് നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ഇൻപുട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. വാട്ട് വിൽ ബി ദിസ്? കൺസിഡർ വി ക്യാൻ ഹാവ് ആൻ ആർ സി നെറ്റ്വർക്ക് എന്നത് പെട്ടെന്ന് ചെയ്യാം. വി ഇൻ, കൺസിഡർ ദിസ് ഇസ് വി ഔട്ട് ഡാഷ്. വി ഔട്ട് ഡാഷ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഓഫ് ദിസ് ഫിൽട്ടർ സർക്യൂട്ട് ആയിട്ട് എടുത്തിരിക്കുകയാണ്. വാട്ട് ഈസ് ദാറ്റ്? വി ഔട്ട് ഡാഷ് ഈസ് നത്തിങ് ബട്ട് ദിസ് ആർ plus the total resistance. Total resistance is nothing but R plus Xc into input voltage. Input voltage is nothing but V. So this will be the equation where Xc in origin we can be say that 1 by omega C. So we can say like that V out dash is equal to R plus V out dash ഞാൻ ഇതിന്റെ ഗെയിൻ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. So V out dash by V in is nothing but R plus X is 1 by omega C. Okay, so from this we can say like that R divided by R omega C plus R divided by omega C. Okay, so what will be this? This omega C will be going to the upward, so this will be that. So this is the equation for the gain of, that is V out dash by V in എന്ന് പറയുന്നത് ഇത് കിട്ടും. ഈ ഇക്വേഷനെ ആർ ഒമേഗ സി വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ഗെറ്റ്? സോ വി ഔട്ട് ഡാഷ് ബൈ വി ഇൻ എന്ന് പറയുന്നത് ഐ ഗോട്ട് ആസ് 1 by 1 plus 1 by omega RC. This will be the equation. അപ്പം ഇതിനകത്ത് നമുക്കറിയാം 1 by RC എന്ന് പറയുന്നത് ഒമേഗ സി ആണ്. സോ യു വിൽ ഗെറ്റ് ഒമേഗ സി ഡിവൈഡഡ് ബൈ ഒമേഗ. 1 by RC എന്ന് പറയുന്നത് ഇവിടെ 1 by RC എന്ന് പറയുന്നത് ഒമേഗ സി ആണ്. സോ 1 by 1 plus 1 by ഒമേഗ സി ഡിവൈഡഡ് ബൈ ഒമേഗ എന്ന് കിട്ടും. ഓക്കെ, ഇതിൻ്റെ മോഡുലസ് എടുത്ത് കഴിക്കേണ്ടി വരും. ഓക്കെ, സോ what will be that? So if I so what is the equation I got from that? So let V out dash divided by V in is 1 by root of 1 plus omega by omega whole square എന്ന് കിട്ടും. where omega is the cut off frequency and omega is the input frequency. ഇവിടെ നിങ്ങൾ നോക്കുക, ഡിനോമിനേറ്ററിലാണ് നമുക്ക് ഒമേഗ ഇൻപുട്ട് ഫ്രീക്വൻസി കിട്ടിയത്. സോ ഇൻപുട്ട് ഫ്രീക്വൻസി ഫ്രം ദാറ്റ് നമുക്കിവിടെ അറിയാം. ആദ്യത്തെ ഇക്വേഷനിൽ എന്തായിരുന്നു കിട്ടിയത്? 1 by root of 1 plus omega by omega c എന്നായിരുന്നു കിട്ടിയത്. ഓക്കെ, ഇവിടെ നമുക്ക് തിരിഞ്ഞാണ് ഇക്വേഷൻ വന്നത്. സോ ഇഫ് ദി ഇൻപുട്ട് ഫ്രീക്വൻസി ഈസ് ഇൻക്രീസസ്, വാട്ട് വിൽ ഹാപ്പൻ? ദ ഗെയിൻ, ഓവറോൾ ഗെയിൻ വിൽ ബി ഇൻക്രീസസ്. സോ ദിസ് ഈസ് നോൺ ആസ് ഹൈ പാസ് ഫിൽറ്റർ. സോ ദിസ് ഈസ് ഹൈ പാസ് ഫിൽറ്റർ ആണ്. അത് നമുക്ക് ഈവൻ നമ്മൾ ആ സർക്യൂട്ട് അതുപോലെ തന്നെ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ഹൈ പാസ് ഫിൽറ്റർ ആയിട്ട് തന്നെ നമ്മുടെ ലോജിക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈ പാസ് ഫിൽറ്റർ ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം എന്താ? ഇഫ് ഐ എം ഇൻക്രീസിങ് ദ ഇൻപുട്ട് ഫ്രീക്വൻസി, വാട്ട് വിൽ ഹാപ്പൻ? if I am increasing the frequency, if I am increasing the angular frequency, what will happen? The Xc will be reduces. If the Xc will be reduces, the current Xc will be reduces, the overall current will be increases. Isn't it? The current through the circuit I will be increases. What will be the V out dash? V out dash is nothing but R into I ആണ്. R into I ആണ്. Where I increases, if I increases, V out dash will be also increases. So that means if omega increases, the V out dash will be increases. So that is why it is known as high pass filter. That is why it is known as high pass filter. And its response is nothing but
it will be allowed to flow the high frequency, and it will be it responds like this. So 0 to is a lower cutoff frequency where its gain will be 0. After that there will be a constant gain like this. So if we plot the gain versus frequency curve, this is the ideal response. This will be the ideal response. Okay, but in practical case it will be like this. Okay, so this is a first order filter. If we increase the filter response, what will be the response? This is first order. Okay, in the case of second order, it will be like this. It will be like this, and this is second order. Okay, so what will be third order? Third order is more close to the ideal response. So this is third order. So if the order increases, it will be very close to the ideal response. From this we know that 0 to FL വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഗെയിൻ വിൽ ബി വെരി സ്മോൾ, അല്ലെങ്കിൽ 0 എന്ന് ഐഡിയൽ കേസിൽ 0 എന്ന് പറയാൻ പറ്റും. ആൻഡ് ആഫ്റ്റർ ദി FL the gain will be constant, and it will be the gain of the circuit, entire circuit. Okay, A2 by A2 into A1 എന്ന് പറയുന്ന entire circuit. So this is how the high pass filter work, and this is regarding ഇത് എന്താണ്, ഇതൊരു നോൺ ഇൻവേർട്ടിംഗ് ആണ് ഞാൻ വരച്ചത്. ഇനി ഇൻവേർട്ടിംഗ് ആണെങ്കിലോ, നിങ്ങൾക്ക് ഈ ഐഡിയ ക്ലിയർ ആയോ? ഈ ഐഡിയ ക്ലിയർ ആണ് നിങ്ങൾക്ക്? ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് ലോ പാസ് ഫിൽറ്റർ ക്ലിയർ ആയെങ്കിൽ ഹൈ പാസ് ഫിൽറ്ററും അതുപോലെ തന്നെയാണ് പറയുന്നത്. ഇതിനകത്ത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അത് ഇതിൻ്റെ റെസ്പോൺസ് ഒക്കെ വന്നത് എങ്ങനെയാണെന്ന് ക്ലിയർ ആണോ? ഓക്കെ, സോ ഇനി ഇൻവേർട്ടിംഗ് കേസിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇഫ് ഐ ഹാവിങ് ആൻ ഇൻവേർട്ടിംഗ് ലോ പാസ് ഫിൽറ്റർ, ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ വെച്ചിട്ട് ലോ പാസ് ഫിൽറ്റർ, അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. ലെറ്റ് മൈ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഈസ് ഗ്രൗണ്ടഡ്, ആൻഡ് ഇൻവേർട്ടിംഗ് ടെർമിനലാണ് എൻ്റെ ഇൻപുട്ട് കൊടുക്കുന്നത്. സോ it is like this. This is the feedback resistance, this is C, this is the R, and this is the V in, and this is the V out. Okay, so this is the RC circuit. So from this RC circuit, this cutoff frequency omega C is nothing but 1 by RC. ഓക്കെ, ഇപ്പോൾ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ എൻ്റെ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇൻവെർട്ടിംഗ്, ഈ സർക്യൂട്ടിൻ്റെ എൻ്റെ ഗെയിൻ എന്താണ്? ഇസ് നത്തിങ് ബട്ട് ദ എഫക്റ്റീവ് ഗെയിൻ ഓഫ് ദ സർക്യൂട്ട് ഈസ് നത്തിങ് ബട്ട് RF ഡിവൈഡഡ് ബൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ്, അല്ലേ? വേറെ RF ഈസ് കോൺസ്റ്റൻറ്റ് ബിക്കോസ് ഇത് ഫ്രീക്വൻസി ഡിപ്പെൻഡൻ്റ് ഒന്നുമല്ല, ഇത് റെസിസ്റ്റർ ആയ കാരണം ഫ്രീക്വൻസി ഡിപ്പെൻഡൻ്റ് ഒന്നുമില്ല. പക്ഷേ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R പ്ലസ് XC ആണ്, അല്ലേ? R പ്ലസ് XC ആണ്. സോ if I am increasing the omega, what will happen? The XC will be reducing. Okay, if the XC will be reducing, what will happen to the gain? Gain is nothing but ഇൻക്രീസസ്. കാരണം എന്താ? ഡിനോമിനേറ്ററിലാണ് എക്സി വരുന്നത്. അപ്പോൾ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സി റിഡ്യൂസ് ചെയ്യും. എക്സി റിഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എക്സിയുടെ വാല്യൂ ഡിനോമിനേറ്ററിൽ വന്ന കാരണം നമുക്ക് അതിൻ്റെ ഓവറോൾ ഗെയിൻ ഇൻക്രീസ് ചെയ്യും. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് ഹൈ പാസ് ഫിൽറ്റർ. ക്ലിയർ ആയോ? കാരണം ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ R പ്ലസ് XC ആണ്, അല്ലേ? ആറും എക്സിയുടെ സമ്മാണ്. ഇവിടെ പാരലൽ സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ടാണ് ഞാൻ R പ്ലസ് XC എന്ന് എഴുതിയത്. സോ ഒമേഗ കൂടിക്കഴിഞ്ഞാൽ എക്സി കുറയും. എക്സി കുറഞ്ഞു കഴിഞ്ഞാൽ ഗെയിൻ വിൽ ബി ഇൻക്രീസസ്. ദാറ്റ് മീൻസ് ഇഫ് ഒമേഗ ഇൻക്രീസസ്, ഗെയിൻ ഇൻക്രീസസ്, then that type of circuit is known as high pass filter. Okay, so this circuit will be act as a high pass filter. Hope this one is also clear to you. Then
we just discuss about the high pass filter and low pass filter. Okay, and like that we can have ഈ ഹൈ പാസ് ഫിൽറ്ററിലും ലോ പാസ് ഫിൽറ്ററിലും നിങ്ങൾക്ക് ഡൗട്ട് വല്ലതും ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത്? ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുകയാണ്. ദെൻ വി ക്യാൻ ഹാവ് ബാൻഡ് പാസ് ഫിൽറ്റർ. ബാൻഡ് പാസ് ഫിൽറ്റർ. അപ്പോൾ ബാൻഡ് പാസ് ഫിൽറ്ററിന് എന്താണ്? അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് വരച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു പർട്ടിക്കുലർ ബാൻഡ് ഓഫ് ഫ്രീക്വൻസിനെ മാത്രം കടത്തി വിടാനുള്ള ഒരു സർക്യൂട്ടാണ് ഒരു ബാൻഡ് പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. സോ കൺസിഡർ ദിസ് ഈസ് ഫ്രീക്വൻസി ആൻഡ് ദിസ് ഈസ് ഗെയിൻ. സോ ദിസ് ബാൻഡിനെ മാത്രം കടത്തി വിടും. ഓക്കെ, ഇത് കാണുമ്പോൾ തന്നെ അറിയാം. ഇത് കാണുമ്പോൾ നമുക്ക് എന്താ അറിയുന്നത്? ഇറ്റ്സ് എ സം ഓഫ് ഹൈ പാസ് ഫിൽറ്റർ ആൻഡ് ലോ പാസ് ഫിൽറ്റർ. ഈ ഫ്രീക്വൻസി റെസ്പോൺസ് എങ്ങനെ കിട്ടാൻ നമുക്ക് കിട്ടും? Consider this is the lower cutoff frequency FL, this is the higher cutoff frequency FH. അപ്പോൾ എത്ര ബാൻഡിനെ ഇത് കടത്തി വിടുന്നത്? അലൗഡ് ബാൻഡ് എന്ന് പറയുന്നത്, അലൗഡ് ബാൻഡ് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്, ബാൻഡ് ഓഫ് ഫ്രീക്വൻസിനെയാണ് നമ്മൾ സാധാരണ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് അല്ലേ? എത്ര ബാൻഡിനെ കടത്തി വിടും എന്നുള്ളതാണ് അലൗഡ് ബാൻഡ് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അലൗഡ് ബാൻഡ് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? FH മൈനസ് FL ആണ്. അലൗഡ് ബാൻഡ് ഓഫ് ഫ്രീക്വൻസി, ദാറ്റ് ഈസ് ദ ബാൻഡ് വിഡ്ത്ത്. ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് FH മൈനസ് FL ആണ്. വേറെ FL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക്, ഞാൻ ഇത് ഓൾറെഡി പറഞ്ഞു, ഈ റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സം ഓഫ് എ ലോ പാസ് ഫിൽറ്റർ ആൻഡ് ഹൈ പാസ് ഫിൽറ്റർ. ഇത്രയും റെസ്പോൺസ് എന്ന് പറയുന്നത് എന്താണ്? ഹൈ പാസ് ഫിൽറ്ററിനെയാണ്. ഈ റെസ്പോൺസ് എന്ന് പറയുന്നത് ലോ പാസ് ഫിൽറ്ററാണ്. ഇപ്പം ഞാനൊരു സീരീസ് ആയിട്ട് എനിക്ക് ഒരു ഹൈ പാസ് ഫിൽറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇഫ് ഐ ഹാവ് എ ഹൈ പാസ് ഫിൽറ്റർ, ഞാൻ ഇനീഷ്യലി എൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു ഹൈ പാസ് ഫിൽറ്ററിലേക്ക് കടത്തി വിട്ടു. ഹൈ പാസ് ഫിൽറ്റർ വിത്ത് കട്ട് ഓഫ് ഫ്രീക്വൻസി. വിത്ത് കട്ട് ഓഫ് ഫ്രീക്വൻസി FL. FLലേക്ക് കടത്തി വിട്ടു. അപ്പോൾ എൻ്റെ ഇൻപുട്ട് ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രീക്വൻസി റേഞ്ചിലുള്ള ഒരു സർക്യൂട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത് എൻ്റെ ഫ്രീക്വൻസി ഉള്ള സർക്യൂട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഹൈ പാസ് ഫിൽറ്റർ വിത്ത് കട്ട് ഓഫ് ഫ്രീക്വൻസി FL ആണെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് എനിക്ക് ഇങ്ങനെയൊരു റെസ്പോൺസ് ആയിരിക്കും. അതായത് FL കഴിഞ്ഞതിന് ശേഷം മാത്രമേ എനിക്ക് ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഗെയിൻ വേഴ്സസ് ഫ്രീക്വൻസി കർവ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെയായിരിക്കും കിട്ടാൻ പോകുന്നത്. ഓക്കെ, കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് ശേഷം മാത്രമേ, കാരണം എന്താ, ഹൈ പാസ് ഫിൽറ്ററിൻ്റെ വിത്ത് കട്ട് ഓഫ് ഫ്രീക്വൻസി FL ആണെങ്കിൽ ആ FLന് ശേഷം മാത്രമേ എനിക്ക് കിട്ടുകയുള്ളൂ, ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. ഇത് നേരെ ഞാൻ ഇനി കൊടുക്കാൻ പോകുന്ന ഒരു ലോ പാസ് ഫിൽറ്ററിനാണെന്ന് വിചാരിക്കുക. ഇഫ് ഐ ആം ഗിവൺ ടു എ ലോ പാസ് ഫിൽറ്റർ, LPF വിത്ത് കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് FH ആണെന്ന് വിചാരിക്കും. FHലേക്കാണ് കൊടുക്കുന്നത്. FHലേക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കൺസിഡർ ഈ ഫ്രീക്വൻസിയാണ് കൊടുക്കുന്നത്. സോ എനിക്ക് കിട്ടാൻ പോകുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത്, എനിക്ക് ഇവിടുന്ന് FL ഇവിടെ അതിൻ്റെ FH എന്ന് പറയുന്നത് ഇവിടെയാണെന്ന് വിചാരിക്കുക. FH എന്ന് പറയുന്നത്, അപ്പോൾ ലോ പാസ് ഫിൽറ്റർ FHന് ശേഷമുള്ള ഫ്രീക്വൻസിനെ ഒന്നും കടത്തി വിടില്ല. ഓക്കെ, സോ ഹൈ പാസ് ഫിൽറ്ററിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി ലോ പാസ് ഫിൽറ്ററിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി FH ആണെന്ന് വിചാരിക്കുക. അപ്പോൾ FHന് ശേഷമുള്ള ഹയർ ഫ്രീക്വൻസി ഒന്നും ഇത് കടത്തി വിടില്ല. അപ്പോൾ ഈ പർട്ടിക്കുലർ ബാൻഡിനെ മാത്രമാണ് കടത്തി വിടുള്ളൂ. പ്രൊവൈഡഡ് ദർ വിൽ ബി എ കണ്ടീഷൻ, ദ FH ഷുഡ് ബി ഗ്രേറ്റർ ദാൻ FL. FH ഷുഡ് ബി ഗ്രേറ്റർ ദാൻ FL ആണെങ്കിൽ മാത്രമാണ് ഇത് കിട്ടുകയുള്ളൂ. ഇപ്പോൾ FH ഷുഡ് ബി ലെസർ ദാൻ FL ആണെങ്കിൽ എന്താണ് സംഭവിക്കുക? FH ഷുഡ് ബി ലെസർ ദാൻ FL ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഇതിനകത്ത് ഇവിടെ ഒരു ഫ്രീക്വൻസിയും കടന്നു പോകില്ല. കാരണം എന്താ, ഈ ഇപ്പം FL ആണ് കൂടുതൽ എന്നുള്ള കണ്ടീഷനിൽ ഈ FH ഈസ് ലെസർ ദാൻ FL, no frequency
നോ ഫ്രീക്വൻസി എന്നല്ല, നോ ഔട്ട്പുട്ട് വിൽ ബി ഒബ്റ്റെയിൻ. എന്തുകൊണ്ടാണ് ഔട്ട്പുട്ട് കിട്ടില്ല എന്ന് പറയുന്നത്? ആ കണ്ടീഷനിൽ ഇപ്പം നമുക്ക് ഇപ്പോൾ FL ആണ് FH വലുത്. അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് FL ആണ് കൂടുതൽ. ഇപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടാൻ പോകുന്നത് ഇങ്ങനെ ഒരു റെസ്പോൺസ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് FL ആൻഡ് FH എന്ന് പറയുന്നത് ഇവിടെയാണ് കിട്ടാൻ പോകുന്നത്. സോ FH എന്ന് പറയുന്നത് FH താഴെയുള്ളത് മാത്രമാണ് ലോ പാസ് ഫിൽറ്റർ കടത്തി വിടുകയുള്ളൂ. ഇതിൻ്റെ ഇൻപുട്ടിൽ കിട്ടിയിരിക്കുന്നത് FH വലിയൊരു വാല്യൂ ഉള്ള മാത്രം ഫ്രീക്വൻസിയാണ് ഈ ലോ പാസ് ഫിൽറ്ററിൻ്റെ ഇൻപുട്ടിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ലോ പാസ് ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താണ്, കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് മുൻപുള്ള ഫ്രീക്വൻസി മാത്രമാണ് ലോ പാസ് ഫിൽറ്റർ കടത്തി വിടുകയുള്ളൂ. ഇതിന് കട്ട് ഓഫ് ഫ്രീക്വൻസി മുമ്പായിട്ട് ഒരു സിഗ്നൽ പോലും ഇല്ല. കാരണം എന്താ, ഹൈ പാസ് ഫിൽറ്റർ അതിന് ശേഷമുള്ള ഫ്രീക്വൻസിന് മാത്രമാണ് കടത്തി വിട്ടിട്ടുള്ളൂ. സോ നമുക്കൊരു ബാൻഡ് പാസ് ഫിൽറ്റർ കിട്ടണമെങ്കിൽ ദ FH വാല്യൂ, ദ LPFൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ FL ആയിരിക്കണം. നിങ്ങൾക്ക് ആ ഐഡിയ ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഐഡിയ ക്ലിയർ ആയോ? ഓക്കെ, അപ്പം നമ്മളൊരു ഫിൽറ്റർ സർക്യൂട്ട്, ഈ ബാൻഡ് പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു, നമ്മളൊരു പർട്ടിക്കുലർ ബാൻഡ് ഓഫ് ഫ്രീക്വൻസിന് മാത്രം അലോ ചെയ്യാൻ, ഫ്രീക്വൻസി ബാൻഡിന് മാത്രം അലോ ചെയ്യാനുള്ള ഒരു ഫിൽറ്ററാണ് ബാൻഡ് പാസ് ഫിൽറ്റർ. നമ്മൾ ഈ ട്യൂണർ സർക്യൂട്ടിലെല്ലാം ഉപയോഗിക്കുന്നത് ഈ ബാൻഡ് പാസ് ഫിൽറ്ററാണ്. ട്യൂണർ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ റേഡിയോ, ഞാൻ ഇനീഷ്യൽ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഇപ്പോൾ റേഡിയോയിലൊക്കെ നമ്മൾ ട്യൂൺ ചെയ്തെടുക്കാനായിട്ട്, ഈ ട്യൂൺ ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ ഈ ഒരു പർട്ടിക്കുലർ ബാൻഡ് ഓഫ് ഫ്രീക്വൻസിന് മാത്രം നമുക്ക് ട്യൂൺ ചെയ്തെടുക്കണം അല്ലേ. ഇപ്പം 91.9 MHz റേഡിയോ മാംഗോ ആണെങ്കിൽ അതിനെ മാത്രം ട്യൂൺ ചെയ്തെടുക്കണം. ബാക്കി അതിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള അടുത്ത ഫ്രീക്വൻസിയൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ആ ബാൻഡിനെ, പർട്ടിക്കുലർ ബാൻഡിനെ മാത്രം ഫിൽറ്റർ ചെയ്തെടുക്കാനുള്ളതാണ് ആ ബാൻഡ് പാസ് ഫിൽറ്ററിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്ററാണ് ബാൻഡ് പാസ് ഫിൽറ്ററിൻ്റെ. അപ്പോൾ ബാൻഡ് പാസ് ഫിൽറ്ററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്ററാണ് ക്വാളിറ്റി ഫാക്ടർ. ആ ക്വാളിറ്റി ഫാക്ടർ പറയുന്നത്, ക്വാളിറ്റി ഫാക്ടർ Q ഫാക്ടർ എന്ന് പറയും. Q ഫാക്ടർ ഓഫ് എ ഫിൽറ്റർ എന്ന് പറയുന്നത് എത്രമാത്രം ചെറിയ ഫ്രീക്വൻസിനെ അതിനെ ട്യൂൺ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ കഴിവാണ്. അപ്പോൾ വേർ Q ക്യാൻ ബി സെറ്റ് ദാറ്റ് ദ സെൻറ്റർ ഫ്രീക്വൻസി FC ഡിവൈഡഡ് ബൈ ബാൻഡ് വിഡ്ത്ത്. അതായത് ഇപ്പോൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്, FH മൈനസ് FL ആണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഇത് വരയ്ക്കുകയാണെങ്കിൽ ഫ്രീക്വൻസി വേഴ്സസ് ഗെയിൻ കർവ് വരയ്ക്കുകയാണെങ്കിൽ, ദിസ് ഈസ് ഫ്രീക്വൻസി, ദിസ് ഈസ് FH and this is FL and this is the bandwidth. ഓക്കെ, അപ്പോൾ ബാൻഡ് വിഡ്ത്ത് വളരെ കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Q ഫാക്ടർ വളരെ വലുതായിരിക്കും. സോ ദിസ് ഈസ് ദ സെൻറ്റർ ഫ്രീക്വൻസി. സെൻറ്റർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ FC ആണ്. FC എന്ന് പറയുന്നത്, സോ Q ഫാക്ടർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ബാൻഡ് വിഡ്ത്ത്. Q ഫാക്ടർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബാൻഡ് വിഡ്ത്ത് ആണ്. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് കുറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇപ്പോൾ Q ഫാക്ടർ വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പം ഇപ്പോൾ Q ഫാക്ടർ ഹൈ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇരിക്കും. അതായത് FH FLും വളരെ ക്ലോസ് ആയിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ്, ഈ സെൻട്രൽ ഫ്രീക്വൻസിന് മാത്രം, ഇതാണ് അതിൻ്റെ സെൻട്രൽ ഫ്രീക്വൻസി, ആ സെൻട്രൽ ഫ്രീക്വൻസിനെ മാത്രം അലോ ടു ഫ്ലോ ചെയ്യും. ആ ഫ്രീക്വൻസി ബാൻഡിനെ മാത്രം അലോ ടു. ഇപ്പോൾ ലോ Q ആണ്, Q ഈസ് ലോ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇഫ് Q ഈസ് ലോ മീൻസ് this frequency and this is gain and it will be like that. ഇത്രയും ബാൻഡിനെ ഇത് അലോ ടു ഫ്ലോ ചെയ്യും. ദിസ് ഇസ് ലോ Q ആൻഡ് ദിസ് ഇസ് ഹൈ Q. അപ്പോൾ ഹൈ Q ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വേറെ Q ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബാൻഡ് വിഡ്ത്ത് ആണ്. ഹൈ Q ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണോ നമുക്ക് വേണ്ട ഫ്രീക്വൻസി, ആ ഫ്രീക്വൻസിനെ മാത്രമേ അത് കടത്തി വിടുകയുള്ളൂ. ലോ Q ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാർജ് ഫ്രീക്വൻസി ബാൻഡിനെ കടത്തി വിടും. അങ്ങനെ ഒരു ബാൻഡ് പാസ് ഫിൽറ്റർ കിട്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. കാരണം എന്താണ്, ഞാൻ പറഞ്ഞു, ഇപ്പം 91.9 MHz മാത്രമായിട്ട് നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ റേഡിയോ മാംഗോ ആണെങ്കിൽ 91.9. അപ്പോൾ അതിൻ്റെ അടുത്ത 93.4 MHz എന്ന് പറയുന്ന
നമ്മുടെ ക്ലബ് എഫ് എമ്മോ അല്ലെങ്കിൽ റെഡ് എഫ് എമ്മോ അതുപോലത്തെ വേറെ ചാനലുകളും ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ വേറെ ചാനലിലൂടെ ഇപ്പോൾ ഇതിന്റെ കേസിനകത്ത് വേറെ അടുത്ത ചാനലുകളൊക്കെ അത് കടത്തി വിടും. അങ്ങനെ ഒരു ഫിൽറ്റർ കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു ബാൻഡ് പാസ് ഫിൽറ്ററിനെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റി ഫാക്ടർ ഏറ്റവും കൂടുതലുള്ളതായിരിക്കണം. അതായത് ബാൻഡ് വിഡ്ത്ത് ഏറ്റവും കുറവായിരിക്കണം. ആ പർട്ടിക്കുലർ ബാൻഡ് ഏതാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ബാൻഡ് അതിനെ മാത്രം കടത്തി വിടാനുള്ള ഇതായിരിക്കണം. അപ്പം ഈ സാധാരണ ബാൻഡ് പാസ് ഫിൽറ്റർ രണ്ടായിട്ട് തിരിക്കാറുണ്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ക്വാളിറ്റി ഫാക്ടർ. അപ്പോൾ ക്യൂ ഫാക്ടർ ഈസ് ലെസ് ദാൻ 10 ആണെങ്കിൽ അതിനെ സാധാരണ പറയുന്നത് വൈഡ് ബാൻഡ് പാസ് ഫിൽറ്റർ എന്നാണ്. ഇഫ് ക്യൂ ഫാക്ടർ ഈസ് ഗ്രേറ്റർ ദാൻ 10 ആണെങ്കിൽ അതിന് നാരോ ബാൻഡ് പാസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക്. ഇഫ് ദി ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഈസ് ദിസ് ഫ്രീക്വൻസി, ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഈസ് ദിസ് ഫ്രീക്വൻസി, then what type of filter it is എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി, ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി അറിയാമെങ്കിൽ നമുക്ക് ബാൻഡ് വിഡ്ത്ത് അറിയാനായിട്ട് പറ്റും. അതുപോലെ അതിൻ്റെ സെൻറ്റർ ഫ്രീക്വൻസി, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു കാര്യം പറയുകയാണെന്ന് വിചാരിക്കുക. ഇപ്പം എൻ്റെ സെൻറ്റർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 10 കിലോ ഹെർട്സ് ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 100 ഹെർട്സ് ആണെന്ന് വിചാരിക്കുക. അപ്പം 100 ഹെർട്സ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 50 ഹെർട്സ് 10 കിലോ ഹെർട്സിനേക്കാളും കുറവായിട്ടുള്ളൊരു 50 ഹെർട്സും 10 കിലോ ഹെർട്സിനേക്കാളും കൂടുതലായിട്ടൊരു 50 ഹെർട്സും മാത്രമേ അലോ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയാണ് അതിൻ്റെ ക്യൂ ഫാക്ടർ കിട്ടുക? 10/100 എന്നുള്ള 10 കിലോ ഹെർട്സ് ബൈ 100 എന്നുള്ള ഒരു വാല്യൂ ആണ് കിട്ടുന്നത്. അതെന്ന് പറയുന്നത് ക്യൂ വാല്യൂ എന്ന് പറയുന്നത് വളരെ വലിയൊരു ക്യൂ ആണ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം സെൻറ്റർ ഫ്രീക്വൻസി 1 കിലോ ഹെർട്സ് ആണെന്ന് വിചാരിക്കുക. ആൻഡ് ഇറ്റ്സ് ബാൻഡ് വിഡ്ത്ത് ഈസ് 500 ഹെർട്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എത്രയാണ് കിട്ടുക? 500 ഹെർട്സ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ അത് ജസ്റ്റ് വേണമെങ്കിൽ എഴുതാം. ഇപ്പോൾ ഈ മൈ സെൻറ്റർ ഫ്രീക്വൻസി എഫ് സി ഈസ് 1 കിലോ ഹെർട്സ് ആൻഡ് ദ ബാൻഡ് വിഡ്ത്ത് കൺസിഡർ മൈ ബാൻഡ് വിഡ്ത്ത് ഈസ് 500 ഹെർട്സ്. 500 ഹെർട്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് നമ്മുടെ എഫ് എച്ച് എന്ന് പറയുന്നത്? എന്താണ് ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 കിലോ ഹെർട്സ് പ്ലസ് 250 ഹെർട്സ് ആയിരിക്കും. 250 ഹെർട്സ് എന്ന് പറഞ്ഞാൽ 1.250 കിലോ ഹെർട്സ് ആയിരിക്കും. ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് -1 കിലോ ഹെർട്സ് മൈനസ് 250 ആയിരിക്കും. ദാറ്റ് മീൻസ് 0.750 കിലോ ഹെർട്സ് ആയിരിക്കും. ദെൻ ക്യൂ ഫാക്ടർ എന്തായിരിക്കും? ക്യൂ ഫാക്ടർ ഈസ് നത്തിങ് ബട്ട് സെൻറ്റർ ഫ്രീക്വൻസി 1 കിലോ ഹെർട്സ് ബൈ ദി ബാൻഡ് വിഡ്ത്ത് ആയിരിക്കും. ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 500 ഹെർട്സ് ആയിരിക്കും. ദാറ്റ് ഈസ് 1000 ബൈ ക്യൂ ഫാക്ടർ 2 ആണ്. ക്യൂ ഫാക്ടർ 2 എന്ന് പറയുന്നത് വൈഡ് ബാൻഡ് പാസ് ഫിൽറ്റർ ആണ്. അതായത് വൈഡ് ഫ്രീക്വൻസി റേഞ്ചിനെ അത് കടത്തി വിടുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ 1 കിലോ ഹെർട്സും എൻ്റെ ബാൻഡ് വിഡ്ത്ത് 10 ഹെർട്സും ആണെന്ന് വിചാരിക്കാം. ദിസ് ഈസ് വൈഡ് ബി പി എഫ് ആണ് ഈ എക്സാമ്പിൾ 1. If example 2, if I say if the FC is 1 kilohertz and the bandwidth is 10 hertz ആണെന്ന് വിചാരിക്കുക. 10 hertz എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എൻ്റെ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ FH will be 1 kilohertz plus 5 hertz ആണ്. That is 1005 hertz. ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -5, ദാറ്റ് ഈസ് 995 ഹെർട്സ് ആയിരിക്കും. സോ ഇറ്റ്സ് നത്തിങ് ബട്ട് ദ ക്യൂ ഫാക്ടർ ഈസ് നത്തിങ് ബട്ട് 1 കിലോ ഹെർട്സ് ഡിവൈഡഡ് ബൈ 10 ഹെർട്സ്. ദാറ്റ് ഈസ് 1000 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുന്ന 100 വാല്യൂ ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇഫ് ദിസ് ഈസ് 1 കിലോ ഹെർട്സ് and center frequencies, this is nothing but 995 hertz. വളരെ ക്ലോസ് ആണ് അതുമായിട്ട്. ഇതും വളരെ ക്ലോസ് ആണ് 1005 hertz. Okay, so this is Q value is very higher. And in the previous example 1 kilohertz of 500 hertz ഒക്കെയാണ് വന്നത്. So we can say like that. Consider this is
1 kilohertz, and this is 500 hertz, and this is 1.5 hertz. So this frequency range will be like this. Okay, 1.5. So sorry, even 250 ആണെങ്കിൽ പോലും 750 and 1.250. So this is 500 hertz bandwidth. So നമുക്ക് അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് ബാൻഡ് പാസ് ഫിൽറ്ററിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ക്വാളിറ്റി ഫാക്ടർ നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് this is about the band pass filter and its quality factor. If the quality factor is lesser than 10, we can say that this is a wide band pass filter. If the quality factor is greater than 10, then we can say that this is a narrow band pass filter. അപ്പോൾ നമുക്ക് ഒരു ബാൻഡ് പാസ് ഫിൽറ്റർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ക്യൂ ഫാക്ടർ, ക്വാളിറ്റി ഫാക്ടർ എത്രയും കൂടുതലാണോ അത്രയും നല്ലതാണ്, ഐഡിയൽ റെസ്പോൺസിനോട് അടുത്തിരിക്കും. കാരണം അത് ആ പർട്ടിക്കുലർ നമ്മൾ ഏത് ഫ്രീക്വൻസിനെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് ആ ഫ്രീക്വൻസിനെ മാത്രമാണ് കടത്തി വിടുള്ളൂ. അതിൻ്റെ അഡ്ജസൻറ്റ് ഫ്രീക്വൻസി ഒന്നും കടത്തി വിടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഫക്റ്റീവ് ഫ്രീക്വൻസി ബാൻഡിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ക്ലോസ് ആയിട്ടുള്ള ചാനൽസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം 91.9 അടുത്ത് 91.9 92 മെഗാ ഹെർട്സിൻ്റെ ചാനൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് വളരെ നാരോ ആയിട്ടുള്ള ബാൻഡ് പാസ് ഫിൽറ്റർ ആണെങ്കിൽ. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇപ്പം 91.9 മെഗാ ഹെർട്സ് എടുത്തതിന് ശേഷം 100 മേലെ ഉള്ള ഒരു ഫ്രീക്വൻസി മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ? അതിൻ്റെ അടുത്തുള്ള ചാനലിൽ അടുത്തുള്ള ഫ്രീക്വൻസി ഒക്കെ അത് കടത്തിവിടും. ഓക്കെ, നമുക്ക് ആ പർട്ടിക്കുലർ മാത്രം ഫ്രീക്വൻസിനെ ഫിൽട്ടർ ചെയ്തെടുക്കാനായിട്ട് അതിന് കേപ്പബിലിറ്റി ഇല്ലാതായി പോകും. അപ്പോൾ നമ്മൾ ആ ഫിൽട്ടർ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, ഹോപ്പ് ദിസ് ഈസ് ഓൾ അബൌട്ട് ദി ഫിൽട്ടർ സർക്യൂട്ട്. നിങ്ങൾക്ക് അതിന് ജനറൽ ഐഡിയ കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ തൊട്ട് ക്ലിപ്പർ സർക്യൂട്ട്, അതിൻ്റെ വേവ് ഫോം ഷേപ്പിംഗ് നമുക്ക് നോക്കാം. അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് കൂടി നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കണം നെക്സ്റ്റ് ക്ലാസ്സിന് മുമ്പായിട്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.